Dear students, welcome to my new video. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 5 ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 1ലെ ഐസ്ക്രീം മാൻ എന്ന് പറയുന്ന ലെസൻ്റെ ടെക്സ്റ്റ് ബുക്ക് വർക്ക്സ് ആണ്. ഓൾറെഡി ലെസൺ നമ്മൾ പഠിച്ചതാണ്. ഒപ്പം തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ നോക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കി വർക്കുകളാണ്. എല്ലാ ദിവസവും പറയുന്ന പോലെ തീർച്ചയായിട്ടും വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് വർക്കിലേക്ക് പോവാം. ലെറ്റ് us റൈറ്റ്. എഴുതാനുള്ളതാണ്. ഹാവിങ് ആൻ ഐസ്ക്രീം ഓൺ എ ഹോട്ട് സമ്മർ ഡേ ഈസ് ആൻ എക്സൈറ്റിംഗ് ആൻഡ് എൻജോയബിൾ. നമുക്ക് വളരെ ഇഷ്ടമാണ് നല്ല ഉണക്ക് സമയത്ത് ഐസ്ക്രീം കഴിക്കാൻ. അത് വളരെ എൻജോയബിൾ ആണ്, നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. Write about some of the exciting and enjoyable things that one can do in the winter season. വിൻ്റർ സീസണിൽ ചെയ്യാവുന്ന ഇതുപോലെ സന്തോഷകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? പ്ലേയിങ് അണ്ടർ ദ സൺ, അല്ലേ? ഇപ്പം ഭയങ്കര തണുപ്പാണെങ്കിൽ നമുക്ക് ലേശം ചൂടുള്ള സൺ ഉള്ള സമയത്ത് നമുക്ക് കളിക്കാൻ ഇഷ്ടമായിരിക്കും, അല്ലേ? ഡ്രിങ്കിങ് ഹോട്ട് ടീ, ചൂടുള്ള ചായയൊക്കെ കുടിക്കാം. ബാത്തിങ് ഇൻ വാം വാട്ടർ, അല്പം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാം. പിന്നെ ഈറ്റിംഗ് നട്ട്സൊക്കെ കഴിക്കാം. വി ക്യാൻ പ്ലേ ആൻഡ് എൻജോയ് സ്നോബോൾസ്. സ്നോഫോൾ ഉള്ളിടത്താണെങ്കിൽ, അല്ലേ, മഞ്ഞിങ്ങനെ വീഴുന്നിടത്താണെങ്കിൽ നമുക്ക് സ്നോബോൾസ് ഉണ്ടാക്കി കളിക്കാം. വി ക്യാൻ എൻജോയ് ഇൻഡോർ ഗെയിംസ്, ചെസ്സ്, ക്യാരംസ് പോലെയുള്ള ഇൻഡോർ ഗെയിംസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കളിക്കാം. ഇതൊക്കെ വിൻ്റർ സീസണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ലിസ്റ്റ് ആസ് മെനി സമ്മർ ആക്ടിവിറ്റീസ് ആസ് യു ക്യാൻ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമ്മർ ആക്ടിവിറ്റീസ്, വേനൽക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? വി ക്യാൻ എൻജോയ് സ്വിമ്മിങ് ചെയ്യാൻ പറ്റും. വി മേ എൻജോയ് ഈറ്റിംഗ് മാംഗോസ് ആൻഡ് ജാക്ക് ഫ്രൂട്ട്. മാംഗോസും ജാക്ക് ഫ്രൂട്ട്സും, അല്ലേ, സമ്മർ ടൈമിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം മാങ്ങയും ചക്കയും ഒക്കെ നമുക്ക് കഴിക്കാം. വി ക്യാൻ പ്ലേ അണ്ടർ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ. അതുപോലെ മരത്തിൻ്റെ തണലിൽ നമുക്ക് കളിക്കാം ഫ്രണ്ട്സിനോടൊപ്പം. വി ക്യാൻ എൻജോയ് വാട്ടർമെലനൊക്കെ കഴിക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് വീടിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനകത്തിൽ വീടിനകത്ത് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്? വി മേ എൻജോയ് ഈറ്റിംഗ് ജാക്ക് ഫ്രൂട്ട് ആൻഡ് മാംഗോസ്. വി ക്യാൻ എൻജോയ് വാട്ടർമെലൺ. ഇതൊക്കെ. പിന്നെ അതുപോലെ ഇൻഡോർ ഗെയിംസ് ഒക്കെ നമുക്ക് കളിക്കാം. ഇതൊക്കെ എന്താണ്? ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ്. ഇൻഡോർ നമുക്ക് വീടിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. മറ്റേത് സ്വിമ്മിങ്, അല്ലേ, മരത്തിനടിയിൽ കളിക്കാനും ഒക്കെ പോകുന്നത് എന്താണ്? ഇത് ഔട്ട്ഡോർ ആണ്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണ്. അപ്പം നിങ്ങൾ അത് രണ്ടായിട്ട് നമ്മൾ ഇൻഡോറും ഔട്ട്ഡോറും ആക്ടിവിറ്റീസ് ഇവിടെ എഴുതി ചേർക്കണേ. സർക്കിൾ സേ ലൗഡ്, ഉറക്കെ പറയാനാണ്. സർക്കിൾ ദ വേർഡ്സ് വേർ യു ഗെറ്റ് ദ ഇസഡ് സൗണ്ട്. ഇസഡ്, അത് ഇസ് എന്ന് പറയുന്ന സൗണ്ട് വരുന്ന വേർഡ്സ് നിങ്ങൾ ഇതിനകത്തൊന്ന് കണ്ടുപിടിക്കണം. 1 is done for you. ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, ഹണി ബീസ്. ഇസ് എന്ന് പറയുന്നത് ഇസഡിൻ്റെ സൗണ്ട് വരുന്നത് ഇതിനകത്ത് നിന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ഇസഡിൻ്റെ സൗണ്ട് വരുന്നതെന്ന്. സർക്കിൾ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന്. ട്രൈസ്, മീസ്, റൈസ്, പ്ലേസ്, ഫീസ്, ലേസി, ബിസി, റേസ്, ദീസ്. ഇതൊക്കെ എന്താണ്? ഇസഡിൻ്റെ സൗണ്ട് വരുന്നത്. അപ്പോൾ ബാക്കി ഈ പ്രൈസ്, ഫേസ്, റൈസ്, ലേസി, റേസി, എയ്സ്, റേസ്, ചേസ്, ദിസ്, ഫ്രോസ്റ്റ്, ഇതൊക്കെ എസ് സൗണ്ടാണ് വരുന്നത്. എസ് സൗണ്ട്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇസഡ് സൗണ്ട് വരുന്നത് റൗണ്ട് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇസഡ് സൗണ്ട് വരുന്നത്. ലെറ്റ്സ് ലിസൺ ആൻഡ് ടെൽ ദ സൗണ്ട് ദാറ്റ് ദീസ് വേർഡ്സ് ഇൻ ദ പോം പ്രൊഡ്യൂസ്. നമുക്ക് താഴെ 2 വേർഡ്സ് തന്നിട്ടുണ്ട്. ആ വേർഡ്സ് എന്തൊക്കെ സൗണ്ടാണ് ഉണ്ടാക്കുന്നത്? വേർഡ്സ് എന്തൊക്കെ സൗണ്ടാന്ന് പറഞ്ഞാൽ നോക്കാം ഏതൊക്കെയാണ് വരുന്നത്. കാർട്ടും ഡ്രിങ്കുമാണ് വന്നേക്കുന്നത്. അപ്പോൾ വണ്ടി ഉണ്ടാക്കുന്ന സൗണ്ടും ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സൗണ്ടും എന്തൊക്കെയാണെന്ന്. വണ്ടി ഉണ്ടാക്കുന്ന സൗണ്ട് ഏതാണ്? ചക്ക് സൗണ്ട് ഓഫ് ദ വീലിൻ്റെ ചക്ക് സൗണ്ട് ഉണ്ടാവും. പിന്നെ പോം സൗണ്ട് ഓഫ് ദ ബെൽ ഓർ ഹോൺ. ബെല്ലിൻ്റെയോ ഹോണിൻ്റെയോ ഒക്കെ പോം സൗണ്ട് ഉണ്ടാവും. ഡ്രിങ്ക്സ്, വെള്ളം എന്ത് സൗണ്ട് ഉണ്ടാക്കുന്നത്? നമ്മൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന സൗണ്ട്, അല്ലേ? അതിനെന്താ പറയുന്നത്? വിസ് സൗണ്ട്. ക്യാൻ യു മേക്ക് ദീസ് സൗണ്ട്? നമുക്ക് ഈ സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ അതിനെന്താ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലേ? യെസ്. വാട്ട് ആർ സം ഓഫ് ദ ഡിഫറെൻറ്റ് സൗണ്ട്സ് യു ക്യാൻ ഹിയർ വെൻ ആൻ ഐസ്ക്രീം മാൻ ഗോസ്. ഇനി ഒരു ഐസ്ക്രീം മാൻ പോകുമ്പം എന്തൊക്കെ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്? ഐ ഹിയർ സൗണ്ട് ഓഫ് റിങ്ങിങ് എ ബെൽ, അല്ലേ? അദ്ദേഹത്തിൻ്റെ
മണി അടിക്കുന്ന ശബ്ദം, അതായത് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ മണി ഉണ്ടായിരിക്കും. ആ മണി അടിക്കുമ്പോഴാണ് നമ്മൾ ഐസ്ക്രീം പോകുന്നതെന്ന് അറിയുന്നത്. അപ്പോൾ ആ ബെല്ലുണ്ടാവും. ഐ ഹിയർ ഐസ്ക്രീം ആൻഡ് ക്രൈസ് ലൗഡ്ലി. ചില ഐസ്ക്രീം മാനൊക്കെ ഐസ് എന്ന് ഐസ്ക്രീം എന്ന് വിളിച്ച് പറയും. അപ്പോൾ ആ സൗണ്ട് കേൾക്കാൻ പറ്റും. ഐ ഹിയർ ദ ജോയ്ഫുൾ ഷോട്ടിംഗ് ഓഫ് ദ ചിൽഡ്രൻ. കുട്ടികളെല്ലാം ഓടി വന്ന് ഐസ്ക്രീം വാങ്ങിക്കാൻ എല്ലാവരും വാ വാ എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു റിപ്പോർട്ട് എഴുതാനാണ്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് എ റിപ്പോർട്ട്. ഒരു റിപ്പോർട്ട് എങ്ങനെ എഴുതും എന്നാണ്. ഹിയർ ഈസ് എ റിപ്പോർട്ട് ഓൺ അങ്കിൾ ലാൽസ് ഫാം. അങ്കിൾ ലാലിൻ്റെ ഫാമിനെ കുറിച്ച്. ഫാം എന്ന് പറഞ്ഞാൽ നമ്മൾ പശു വളർത്തുന്ന സ്ഥലം. അപ്പം പശു വളർത്തുന്ന ഒരു ഫാമിലാണ് ഈ റിപ്പോർട്ട് പോയി ഈ കുട്ടി എഴുതിയേക്കുന്നത്. നോക്കാം നമുക്ക് എന്താണ് എഴുതിയേക്കുന്നതെന്ന്. ഫാദർ ടുക്ക് മീ വിസിറ്റ് ടു അങ്കിൾ ലാൽസ് ഡയറി ഫാം. അങ്കിൾ ലാലിൻ്റെ ഡയറി ഫാമിലേക്ക്, ആ പശുവിനെ വളർത്തുന്ന സ്ഥലത്തേക്ക് എൻ്റെ അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഐ സോ ഓൾ ഓഫ് അങ്കിൾ ലാൽസ് കൗസ്. അവിടെ ചെന്നപ്പോൾ അങ്കിൾ ലാലിൻ്റെ എല്ലാ പശുക്കളെയും ഞാൻ കണ്ടു. ഹി ഹാസ് 50 കൗസ്. ഏകദേശം 50 പശുക്കളുണ്ടായിരുന്നു. ദേ ഈറ്റ് ഗ്രാസ് ഇൻ ബീങ് ഗ്രീൻ ഫാംസ്. വലിയ വയലുകളുണ്ട്. ആ വയലുകളിൽ പശുക്കൾ എന്താ ചെയ്യുന്നത്? പുല്ല് കഴിക്കുന്നുണ്ട്. ആൻഡ് ഇൻ ദ ഈവനിങ് ദ ഫാമേഴ്സ് ബ്രിങ് ദം ടു ദ ബാൻ ടു ബി മിൽക്ക്ഡ്. എന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? വൈകുന്നേരം ആകുമ്പോൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ തൊഴുത്തിൽ കൊണ്ടുവരും. എന്തിനാണെന്ന് അറിയാമോ? ഇതിനെ കറന്ന പാലെടുക്കാൻ. അങ്കിൾ ലാൽ സെൽസ് ദിസ് മിൽക്ക് ഇൻ ദ സിറ്റി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അങ്കിൾ ലാൽ ഈ മിൽക്ക് സിറ്റിയിൽ കൊണ്ടുപോയി വിൽക്കും. വെൻ റൈറ്റിംഗ് എ റിപ്പോർട്ട് റിമെമ്പർ ടു ഡു തിങ്സ്. ഇനി നമ്മൾ ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. തിങ്ക് ഓഫ് എ ഗുഡ് ടൈറ്റിൽ. ഒരു തലക്കെട്ട്, ഒരു ഹെഡിങ് ഉണ്ടാവണം. റൈറ്റ് ഇറ്റ് കറക്റ്റ്ലി. അത് കറക്റ്റായിട്ട് എഴുതണം. കീപ് ടു യുവർ സബ്ജക്റ്റ്. നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് തന്നെ എഴുതണം. ഏത് സബ്ജക്റ്റാണോ അതിനെക്കുറിച്ച് എഴുതണം. ടെൽ തിങ്സ് ഇൻ ദ റൈറ്റ് ഓർഡർ. കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതണം. മേക്ക് യുവർ പേപ്പർ ലുക്ക് നീറ്റ്. നല്ല ഭംഗിയായിട്ടിരിക്കണം നമ്മുടെ പേപ്പർ. ഒരിക്കലും കീറിയും പറഞ്ഞും അഴുക്കാക്കി ഒന്നും കളയല്ല. ഇവിടെ നമുക്കൊരു വർക്ക് തന്നിട്ടുണ്ടേ. ഇൻ ഗ്രൂപ്പ് ഓഫ് 4 റൈറ്റ് എ റിപ്പോർട്ട് ഓൺ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഓഫ് ഐസ്ക്രീംസ് അവൈലബിൾ ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ ഏരിയയിൽ കിട്ടാവുന്ന എല്ലാ ഐസ്ക്രീം ബ്രാൻഡ്സിനെ കുറിച്ചും ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. യു മേ യൂസ് ദിസ് ഫോളോയിങ് ക്ലൂസ്. ഈ ക്ലൂസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് വിത്ത് എ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ വിത്ത് കണ്ടെയ്ൻ ദ ടോപ്പിക്. ടോപ്പിക്കിനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. ദെൻ ലിസ്റ്റ് ഐസ്ക്രീംസ് ബ്രാൻഡ് അവൈലബിൾ ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ ഏരിയയിലുള്ള ഐസ്ക്രീം ബ്രാൻഡ്സിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് എഴുതിയിരിക്കണം. നെക്സ്റ്റ് സേ വിച്ച് ആർ ദ കോമൺ ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീംസ് ഇൻ ഈച്ച് ബ്രാൻഡ്. ഓരോ ബ്രാൻഡിലുള്ള കോമൺ ഫ്ലേവേഴ്സ് ഏതൊക്കെയാണ്. അണ്ടർ ഈച്ച് ബ്രാൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് ഫ്ലേവർ ആർ ബീങ് സോൾഡ് മോസ്റ്റ്. ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഏതാണ്. ഓൾസോ ഫൈൻഡ് ഔട്ട് ദെയർ പ്രൈസസ്. അതിൻ്റെ വില എന്തൊക്കെയാണ്. ആൻഡ് ഫൈനലി റൈറ്റ് വിച്ച് ഡു യു തിങ്ക് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ. ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഐസ്ക്രീംസ് ഏതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം എന്തായിരുന്നു? ഒരു ഇൻട്രൊഡക്ഷൻ വേണം. പിന്നെ ഏതൊക്കെയാണ് ബ്രാൻഡ്സ് എന്ന് നോക്കാം. നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? അതിനൊരു ഹെഡിങ് വേണം. ഐസി കൂൾ, ഡെലീഷ്യസ് ഡ്രീംസ്, മൗണ്ട്സ് ഓഫ് ജോയ്. 3 തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എഴുതാം. ഐസ്ക്രീംസ് ആർ വൺ ഓഫ് അവർ ഫേവറേറ്റ് ഡിഷസ്. ഫുഡ് ഐറ്റം എന്ന് എഴുതാമേ. ഫുഡ് ഐറ്റം നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഏത്? ഐസ്ക്രീം എന്ന് പറയുന്നത്. അവർ ഗ്രൂപ്പ് വിസിറ്റഡ് നിയർ ബൈ ഐസ്ക്രീം പാർലർ ഫോർ ടേക്കിംഗ് സർവേ അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഐസ്ക്രീംസ്. ഞങ്ങൾ 4 പേരുടെ ഗ്രൂപ്പില്ലേ, അതായത് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീംസിനെ കുറിച്ചൊരു വിവരശേഖരണം, സർവേ എന്ന് പറഞ്ഞാൽ വിവരശേഖരണം, ഒരു സർവേ നടത്താൻ തീരുമാനിച്ചു. ദെയർ ആർ മെനി ബ്രാൻഡ്സ് അവൈലബിൾ ഇൻ അവർ ഏരിയ. ഇനി ബ്രാൻഡ്സിനെ കുറിച്ചാണ് പറയേണ്ടത് അല്ലേ. നമ്മുടെ ഏരിയയിൽ പല ടൈപ്പിലുള്ള ബ്രാൻഡ്സും ഉണ്ട്. പല കമ്പനിയുടെ ഐസ്ക്രീമും ഉണ്ട്. ദ ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡ്സ് ആർ. പ്രധാനപ്പെട്ട ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. അമുൽ, അരുൺ ഐസ്ക്രീംസ്, ക്വാളിറ്റി വോൾസ്, മദേഴ്സ് ഡയറി, മലനാട്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. ഇനി നമ്മൾ പറയേണ്ടത് കോമൺ ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീംസ് ഏതൊക്കെയാണ്. ഏത് ഫ്ലേവേഴ്സാണ് ഏറ്റവും ഓരോ ബ്രാൻഡിനും കൂടുതലായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ പ്രൈസും ഒക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ദ സ്പെഷ്യാലിറ്റി ഓഫ് മലനാടു ഈസ് കോക്കനട്ട് ഐസ്ക്രീംസ്. മലനാടുവിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണ്? അവരുടെ കോക്കനട്ട് ഐസ്ക്രീംസ് ആണ്. അതിൻ്റെ പ്രൈസ് റേഞ്ച് ചെയ്യുന്നത് 25 to 200 ഫോർ ഡിഫറെൻറ്റ് ഐറ്റംസ്.
പല ഐറ്റംസിൽ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? ഐ ലൈക്ക് ഓറഞ്ച് ബാർ ഫ്രം ക്വാളിറ്റി ഹെവൻ. ക്വാളിറ്റി ഹെവനിലെ ഓറഞ്ച് ബാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബട്ട് വാനില ഈസ് മോസ്റ്റ് പോപ്പുലർ എമംഗ് ചിൽഡ്രൻ. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏതാണ്? വാനിലയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ചെറിയൊരു പാരഗ്രാഫാണ് നമ്മൾ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ആക്കി കുറച്ചുകൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. വേർഡ് ബിൽഡിംഗ്. ഇനി വേർഡ് ബിൽഡിംഗ് ആണ്. കളർ ദ ബോക്സസ് ദാറ്റ് ഹാവ് റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുപോലെ പറയുന്നത്. നമ്മൾ റൈമിംഗ് വേർഡ്സിനെ കുറിച്ച് ഫസ്റ്റ് പാർട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. പ്ലേലിസ്റ്റിങ്കിൽ നിന്ന് നിങ്ങൾക്കത് കിട്ടും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇനി ഓരോന്നും നോക്കാം. വേർഡ്സ് ഏതൊക്കെയാണ്? സിറ്റി, കാർട്ട് ഒരുപോലാണോ? പറഞ്ഞു നിർത്തിയേ? അല്ല. ഹീറ്റ്, സ്ട്രീറ്റ് ഒരുപോലാണ് അല്ലേ? ബ്ലോസ്, ഗോസ് ഒരുപോലാണോ? ദെൻ ഡു ഗോ അതൊരുപോലാണോ പറയുന്നത്? അക്ഷരം അവസാനം ഒരുപോലെ വരുന്നു എന്നല്ല, നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരുപോലെ വരണം. അപ്പോൾ ഇതിൽ നമ്മൾ ഹീറ്റ്, സ്ട്രീറ്റ് ഒരുപോലാണ് വന്നത്. ബ്ലോസ്, ഗോസ് ഒരുപോലാണ് വന്നത്. ദെൻ ഹാർഡ്, യാർഡ് ഇത് ഒരുപോലാണ് വരുന്നത് അല്ലേ? ബൗള്, ഡോള് ഒരുപോലാണോ പറയുന്നത്? അല്ല. കൗവ്, സോ അല്ല. ദെൻ ടേബിൾ, ലേബൽ അതൊരുപോലാണല്ലേ? സ്കൈ, മൈ ദാറ്റ്സ് ഓൾസോ ഒരു റൈമിംഗ് ആണ് അല്ലേ? പ്ലേ, ഒബേ റൈമിംഗ് അല്ല. റേസ്, ഫേസ് റൈമിംഗ് ആണ്. റൈറ്റ്, നൈറ്റ് റൈമിംഗ് ആണ്. അപ്പം ഇങ്ങനെ റൈമിംഗ് ആയിട്ടുള്ള വേർഡ്സ് വരുന്നത് നിങ്ങൾ കളർ ചെയ്യുക. ഇനി വാട്ട് ഡു ദ ഫോളോയിങ് വേർഡ്സ് ഡിസ്ക്രൈബ് ഇൻ ദ പോയം. ഇനി ഓരോ ഈ വേർഡ്സ് തന്നിട്ടുണ്ട്. ജോയ്ഫുൾ, ലിറ്റി, റൗണ്ട് ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ ഈ പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്താണ് നോക്കി. ആ വേർഡ് അതിനോട് ചേർന്നൊരു വേർഡ് പറഞ്ഞിട്ടുണ്ട്. ജോയ്ഫുൾ, സൈറ്റ്, ലിറ്റിൽ, കാർട്ട്, റൗണ്ട്, അംബ്രല്ല. ദെൻ വാട്ട് ആർ ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് യൂസ്ഡ് ഇൻ ദ പോം ഇൻ ദ ഫോളോയിങ്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഡിസ്ക്രൈബിംഗ് വേർഡ്സ്, അതായത് ഏതെങ്കിലും ഒരു വാക്കിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്? കൂടുതൽ പറയുകയാണ്. ഇപ്പോൾ ജോയ്ഫുൾ, സൈറ്റ് എന്ന് പറയുന്നത് കാണുക. എങ്ങനത്തെ കാഴ്ചയായിരുന്നു? ജോയ്ഫുൾ സന്തോഷത്തോടെ. കാർട്ട് എങ്ങനത്തെ കാർട്ടായിരുന്നു? ലിറ്റിൽ കാർട്ട്. അംബ്രല്ല എങ്ങനത്തെ ആയിരുന്നു? റൗണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഡിസ്ക്രൈബ്. മൗണ്ട്സ്, കൂന എന്ന് പറഞ്ഞു. എന്തിൻ്റെ കൂന എന്നാണ് പറഞ്ഞത്? അടുത്ത ഫ്ലേവർ, അതെന്തിൻ്റെ ഫ്ലേവർ എന്നാണ് പറഞ്ഞത്? മറ്റേത് ക്ലസ്റ്റർ, കൂട്ടം കൂടി നിൽക്കുക. എന്തിൻ്റെ ക്ലസ്റ്റർ എന്നാണ് പറഞ്ഞത്? നോക്കാം നമുക്ക്. കൂളിംഗ്, ബ്രൗൺ ആൻഡ് വൈറ്റ് വൗണ്ട്സ്. മൗണ്ട്സ് അല്ല, മൗണ്ട്സ്. MOUNDS മൗണ്ട്സ്. ദെൻ വാനില, ചോക്ലേറ്റ്, സ്ട്രോബെറി ഫ്ലേവർ. ദെൻ തിക്ക് ക്ലസ്റ്റർ. അപ്പോൾ ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നിരിക്കുന്നത്. അതായത് എങ്ങനത്തെ മൗണ്ട്സ് ആണ്? മൗണ്ട്സ് എങ്ങനത്തെ എന്നാണ് പറഞ്ഞത്? കൂളിംഗ് ആണ്, ബ്രൗൺ ആണ്, വൈറ്റ് ആണ്. അതുപോലെ എങ്ങനത്തെ ഫ്ലവേഴ്സ് ആണ്? വാനില ആണ്, ചോക്ലേറ്റ്, സ്ട്രോബെറി ഫ്ലവേഴ്സ്. ക്ലസ്റ്റർ എങ്ങനത്തെ ക്ലസ്റ്റർ ആണ്? തിക്ക് ക്ലസ്റ്റർ, നല്ല കൂട്ടം കൂടി കുട്ടികൾ നിൽക്കുകയായിരുന്നു. ഫൺ ടൈം. കളർ ദ ബോക്സസ് വിത്ത് ദ കളേഴ്സ് ഓഫ് ഫ്ലേവേഴ്സ് മെൻഷൻഡ് ഈച്ച്. ഇനി നമുക്കിവിടെ കുറച്ച് ചോക്ലേറ്റ്സിൻ്റെ ഫ്ലേവേഴ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ചോക്ലേറ്റ്, വാനില, ഓറഞ്ച്, ബ്ലാക്ക് കറൻറ്റ്, സ്ട്രോബെറി, റാസ്ബെറി, ബട്ടർ സ്കോച്ച്, പിസ്ത, ഇങ്ങനെയൊക്കെ പല ടൈപ്പിലുള്ള ഐസ്ക്രീംസിൻ്റെ പേരാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും കളർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കിയേ, ഇവിടെ ചോക്ലേറ്റ്, വാനില, ഓറഞ്ച്, ദെൻ ഓരോന്നും ബ്ലാക്ക് കറൻറ്റ്, സ്ട്രോബെറി, റാസ്ബെറി, ബട്ടർ സ്കോച്ച്, പിസ്ത. ഇതിൻ്റെ ഓരോന്നിൻ്റെയും കളറ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് കളറ് അത് നമുക്കറിയാലോ, ഓറഞ്ച് കളറ്, ദെൻ വയലറ്റ് കളറ്, പിങ്ക്, റെഡ്, പിന്നെന്താ യെല്ലോ കളറ്, ദെൻ പച്ച. ഡ്രോ ആൻഡ് കളർ യുവർ ഡ്രീം ഐസ്ക്രീം. നിങ്ങൾക്കൊരു ഇവിടെ ഒരു ഐസ്ക്രീം വരച്ച് വെച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് യൂസിങ് ഇൻട്രസ്റ്റിംഗ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ദ കളേഴ്സ്, ദ ഫ്ലേവേഴ്സ്, ദ സൈസ്, ഹൗ ഇറ്റ് ലുക്ക്, ടേസ്റ്റ്, ഫീൽസ് എക്സെട്ര. ഇനിയും നമുക്ക് ഈ നമ്മൾ വരച്ച് വെച്ച ഐസ്ക്രീമിനെ കുറിച്ച് കുറച്ച് എഴുതാനാണ് കേട്ടോ. മൈ ഡ്രീം ഐസ്ക്രീം ഈസ് എ റെയിൻബോ ഐസ്ക്രീം. ഒരു
റെയിൻബോ ഐസ്ക്രീമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഫ്ലവേഴ്സ് ആൻഡ് ഓൾ കളേഴ്സ്. എല്ലാ ഫ്ലവേഴ്സും എല്ലാ കളേഴ്സും ഉണ്ടാകും. ഇറ്റ് വിൽ ബി എ ഹ്യൂജ് കോൺ ആൻഡ് ക്യാൻ എൻജോയ് വെരി സ്മൂത്ത്ലി. ഇത് വലിയൊരു കോൺ ആകൃതിയിലുള്ളതും പിന്നെ എനിക്കത് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നതും ആയിരിക്കണം. ഇനി അടുത്തത്, ഹാവ് യു എവർ ഈറ്റൻ കുൽഫി? കുൽഫി കണ്ടിട്ടുണ്ടോ? ഇതാണ് കുൽഫി. ദ ഐസ്ക്രീം ഫ്രം നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഐസ്ക്രീമിനാണ് നമ്മൾ കുൽഫി എന്ന് പറയുന്നത്. ദ ഫോളോയിങ് സെന്റൻസ് ഡിസ്ക്രൈബ് ഹൗ ഇറ്റ് സെർവ്ഡ് ബട്ട് ദേ ആർ നോട്ട് ഇൻ കറക്റ്റ് ഓർഡർ. ഇവിടെ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഓർഡർ കറക്റ്റ് അല്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ കറക്റ്റ് ആക്കുന്നതെന്ന് നോക്കി. ആദ്യം എന്താണ് കുൽഫി വാല ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ചെയ്യുന്നത്, ദ കുൽഫി വാല ടേക്സ് എ കുൽഫി മോൾഡ് ഔട്ട് ഓഫ് ദ പിക്ചർ. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത് അദ്ദേഹം ചെയ്യുന്നത്, ഹീ സ്കൂപ്സ് ഔട്ട് ദ കുൽഫി ഓൺ എ പ്ലേറ്റ്. ദിസ് ഈസ് സെക്കൻഡ് വൺ. ദെൻ ഹി അറേഞ്ച്ഡ് സം ഫാലൂഡാസ്. ഇതിന് മുകളിൽ കുറച്ച് ഫാലൂഡ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ. ലാസ്റ്റ് വൺ, ദെൻ ഹി പോസ് സം സ്വീറ്റ് സിറപ്പ് ഓവർ ഇറ്റ് ആൻഡ് സെർവ് ഇറ്റ്. അത് നാലാമത്തേത്. ഇത്രയുമാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഓർഡർ. നമ്മുടെ ഈ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.